ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? നമുക്കും സുഖമായിട്ടിരിക്കണു. അപ്പോൾ അതാ നമുക്ക് നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ നാടൻ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയാണ് കേട്ടോ ഇപ്പോൾ കൊടുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ രാത്രി തന്നെ കറി വെച്ച് വെക്കാൻ വിചാരിച്ചു. നമ്മൾ മീനൊക്കെ കിട്ടിയാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെക്കുമ്പോൾ അതൊരു ടേസ്റ്റ് കുറവേക്കാറല്ലോ. അപ്പോൾ ഞാൻ രാത്രി തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് ആവശ്യമായിട്ട് ഇതാ സവാളയും പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളി ചതച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് പുളിവെള്ളമാണ് കേട്ടോ. ഞാൻ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ മത്തി നാടൻ മത്തി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ തന്നെ കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കട്ടെ എന്നിട്ടാണ് നമ്മൾ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് കറി വെച്ച് കൊണ്ട് മത്തി നമ്മൾ നാടൻ മത്തി കൊണ്ട് ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മത്തി പൊരിച്ച് കഴിക്കണേക്കായും ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചാൽ. പിന്നെ അതുപോലെ ഈ വലിയ മത്തി നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ട് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ രാത്രി ഇങ്ങനെ കറി വെച്ചിട്ട് രാവിലെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അല്ലെങ്കിൽ മീൻ കറിയൊക്കെ നമ്മൾ തലേന്ന് വെച്ച മീൻ കറി പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റാണല്ലോ. അപ്പം ഞാൻ രാവിലെ നമുക്ക് കടിക്കും കറിയായി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചാൽ കേട്ടോ. ഇനിയിപ്പോൾ രാത്രി പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കും, ചോറ് കഴിക്കുകയാണെങ്കിൽ കുട്ടികൾ അതന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ ചിലപ്പം ചപ്പാത്തി ഉണ്ടാക്കണം, അല്ലെങ്കിൽ നാളെ രാവിലെ ചപ്പാത്തിയും ഈ കറിയും കൂടെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ രാത്രി തന്നെ കറി. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. സവാള വാടി കിട്ടാൻ ആദ്യം ഉപ്പിട്ട് കൊടുക്കും ചെയ്യുക. പക്ഷേ ഈ തക്കാളി ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തക്കാളിയൊക്കെ ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതാ നല്ലതുപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാം. എന്നിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് മീൻ മസാലയാണ് കേട്ടോ. മീൻ മസാലയാണ് ഒരു സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അത്യാവശ്യം എരിവൊക്കെ വേണം, അതുകൊണ്ടാണ് ഇത്ര ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളെ എരിവിനൊക്കെ ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുത്ത മീൻ മസാലയിലും ചെറുതായിട്ടുള്ള എരിവൊക്കെ ഉണ്ടാവും. ഈ മീൻ മസാല ചേർത്താൽ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും, പിന്നെ നല്ലൊരു ചൊവ്വേക്കാരം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാതും നല്ലതുപോലെ വെന്ത് വന്നപ്പോൾ നമ്മളിതാ മത്തിയൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്